നമസ്കാരം. അവസാനം സഖാക്കൾ പറഞ്ഞത് തന്നെ സംഭവിക്കുകയാണ്. ആദ്യ മാസം തന്നെ UDF സർക്കാർ തകർന്നടിയാൻ പോകുന്നു. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിക്കാകും കേരള ജനത സാക്ഷ്യം വഹിക്കാൻ പോവുക എന്ന് സഖാക്കൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. UDFിലെ എല്ലാവർക്കും മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലി കൂടുന്നവർ പ്രധാനമായും 3 പേരാണ്: VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. 63-ൽ 35 പേരുടെ പിന്തുണ സതീശനുണ്ടെന്നും അതുകൊണ്ട് തന്നെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് സതീശൻ പക്ഷം വാദിക്കുമ്പോൾ 52 പേരുടെ പിന്തുണയുണ്ടെന്ന് KC പക്ഷവും 25 പേർ പിന്തുണയ്ക്കുന്നുവെന്ന് ചെന്നിത്തല പക്ഷവും ഒക്കെ വാദങ്ങൾ ഉയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് UDFിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഹൈക്കമാൻഡിനെ സോപ്പിട്ട് മുഖ്യമന്ത്രിയാകാൻ KC രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖർഗെയും ഒക്കെ വെച്ച് കളി തുടങ്ങിയതോടെ സംസ്ഥാനത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള കോൺഗ്രസിന്റെ ഫ്ലെക്സ് യുദ്ധമാണ്. ഗ്രൂപ്പുകൾ തമ്മിൽ ചേരിതിരിഞ്ഞ് അടിയുടെ വക്കിൽ വരെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ സംസ്ഥാനത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടി കാണുമ്പോൾ ഇതിനെ ക്രിഞ്ച് പൊളിറ്റിക്സ്, ഗ്രൂപ്പിസം, പ്രോമാക്സ് എന്നൊക്കെ വിളിക്കാതെ വയ്യ. UDF നന്നാകില്ലെന്ന് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ നേതാക്കന്മാർ പറയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതൊക്കെ കണ്ട് സഖാക്കൾ ചിരിക്കുകയാണ്. ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതല്ലേ, കാണാൻ പോകുന്ന പൂരം ഇനി പറഞ്ഞറിയിക്കണോ, തൽക്കാലം ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാം എന്നൊക്കെയാണ് സഖാക്കൾ പലരും പറയുന്നത്. ചക്കയിട്ടപ്പോൾ മുയൽ ചത്തു എന്ന് പറയുന്ന പോലെ UDF പോലും പ്രതീക്ഷിക്കാതെ ലഭിച്ച സീറ്റുകളാണ് 102 എണ്ണം. ഇപ്പോൾ ഈ 102 എന്ന സംഖ്യ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയിൽ തലവേദനയായി മാറുകയാണ്. ഇങ്ങനെയായിരുന്നുവെങ്കിൽ അധികാരം കിട്ടേണ്ടിയിരുന്നില്ല എന്ന് സാധാ പ്രവർത്തകർ പോലും അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഓരോ MLA-മാരുടെയും നിലപാട് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഓരോ MLA-മാരെയും ചാക്കിട്ട് പിടിക്കാൻ RCയും VDയും KCയും ഒക്കെ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ച നീളുകയാണെങ്കിൽ UDF ഒരു പക്ഷേ അധികാരത്തിൽ ഏൽക്കുന്നത് വൈകിയേക്കാം. മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ശേഷം വേണം മറ്റു മന്ത്രിമാരെ അടക്കം തീരുമാനിക്കാൻ. ഓരോ ഘടകകക്ഷികൾക്കും അധികാര കസേരകൾ വീതിച്ചു നൽകാൻ മുഖ്യമന്ത്രി തുടങ്ങി മന്ത്രിമാരെ അടക്കം തീരുമാനിക്കുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന UDFിൽ വരും ദിവസങ്ങളിൽ വമ്പൻ പൊട്ടിത്തെറികൾക്കാണ് സാധ്യത. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടി അധികാരത്തിൽ എത്തുമ്പോൾ ജനം ആഗ്രഹിക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള അടിപിടി കാണാനല്ല, മറിച്ച് UDF പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റി കാണാനാണ്. എന്നാൽ തുടക്കം തന്നെ ജനങ്ങളെ മടുപ്പിക്കുകയാണ് കോൺഗ്രസ്. സത്യത്തിൽ അരിയും മലരും എറിയാൻ കാത്തു നിൽക്കുന്ന VDയും KCയും RCയും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ കസേര പുണ്യതീർത്ഥമല്ല, മുള്ളുകളുടെ മെത്തയാണ്. പുറമേ നിന്ന് കാണുമ്പോൾ ഒരു തിളക്കമൊക്കെ തോന്നുമെങ്കിലും അതിലിരുന്നാൽ അത് കനലാണെന്ന് മനസ്സിലാകും. അതെങ്ങനെയെന്ന് വിശദീകരിക്കാം. UDF സർക്കാരിനെ ഏറ്റവും കൂടുതൽ തകർത്ത് കളയാൻ പോകുന്നത് UDF മുന്നോട്ട് വെച്ച ഈ പ്രകടന പത്രിക തന്നെയാകും. അധികാരം ഏറ്റുകഴിഞ്ഞാൽ ആ മാസം തന്നെ UDF നൽകിയ ഉറപ്പായ ക്ഷേമ പെൻഷൻ 3000 രൂപ ജനങ്ങളിലെത്തിക്കണം. LDF ഭരണകാലത്ത് 2000 രൂപ വെച്ച് പിണറായി സർക്കാർ 62 ലക്ഷം ആളുകൾക്കാണ് കൊടുത്തിരുന്നത്. അതും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകിയിരുന്നു. മാത്രവുമല്ല 2016-ൽ LDF സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ UDF ഭരണത്തിൽ 600 രൂപ പെൻഷൻ പോലും 34 ലക്ഷം ആളുകൾക്ക് മുടങ്ങാതെ കൊടുക്കാൻ UDFിന് കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. 18 മാസം കുടിശ്ശിക വരുത്തിയ പെൻഷൻ പിന്നീട് പിണറായി വിജയൻ 2016-ൽ അധികാരത്തിൽ വന്നപ്പോഴാണ് കൊടുത്ത് തീർത്തതെന്നും ക്ഷേമ പെൻഷൻ 600-ൽ നിന്ന് 2000 രൂപയായി വർദ്ധിപ്പിച്ചത് LDF സർക്കാരാണെന്നും ഒക്കെ ജനങ്ങൾക്കറിയാം. എന്നിരിക്കെ 3000 രൂപ ആദ്യ മാസം തന്നെ ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചില്ലെങ്കിൽ UDF നാറും. അധികാരമേറ്റ് ആദ്യ മാസം തന്നെ ഈ സർക്കാർ നുണയിൽ കെട്ടിപ്പൊക്കിയ സർക്കാരാണെന്നും പറഞ്ഞ വാക്ക് പാലിക്കാത്ത ജനങ്ങളെ പറ്റിച്ച സർക്കാരാണെന്നും ഒക്കെ പറഞ്ഞ് ജനങ്ങൾ UDFിനെതിരെ തിരിയും. ഖജനാവിൽ കോടിക്കണക്കിന് കാശ് ബാക്കി വെച്ചാണ് പിണറായി സർക്കാർ പടിയിറങ്ങുന്നത്. അതുകൊണ്ട് ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞൊന്നും തടി തപ്പാൻ UDFിന് കഴിയില്ല. അങ്ങനെയെങ്കിൽ പിണറായി സർക്കാർ എങ്ങനെ മുടങ്ങാതെ പെൻഷൻ കൊടുത്തുവെന്ന് ജനം തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ UDF സർക്കാർ ഒടുങ്ങിപ്പോകും. അതുകൊണ്ട് 3000 മേടിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് മുമ്പിൽ പെൻഷൻ തരാതെ പറ്റിക്കുന്നവരാണ് കോൺഗ്രസ് സർക്കാർ എന്ന ചീത്ത പേര് മാറ്റിയെടുക്കേണ്ടത് UDF തന്നെയാണ്. ജനം നിങ്ങൾക്ക് നൽകിയ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പെൻഷൻ കൈക്കൂലിയാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ള UDF അധികാരത്തിൽ വരുമ്പോൾ അത് കൈക്കൂലിയാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് കൊടുക്കരുതെന്ന് പറഞ്ഞ ഒരൊറ്റ സഖാക്കളും കളത്തിലിറങ്ങില്ല. കാരണം ആ പെൻഷനിൽ ഓടുന്ന കുടുംബങ്ങളെ സഖാക്കൾക്കറിയാം. ആ പെൻഷൻ കിട്ടി മരുന്ന് മേടിക്കുന്ന, പല കാര്യങ്ങളും നോക്കുന്ന ഒരുപാട് ആളുകളുടെ മനസ്സ് സഖാക്കൾക്കറിയാം.
അവർ അത് മുടങ്ങാതെ കൊടുക്കണം എന്ന് മാത്രമേ പറയൂ. നിലവിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് UDF നൽകിയ ഉറപ്പാണ്. അത് പാലിക്കുമോ എന്ന് തന്നെയാണ് ജനം ഉറ്റുനോക്കുന്നത്. മറ്റൊരു വെല്ലുവിളി KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കുമെന്ന പ്രഖ്യാപനമാണ്. അതായത് UDF തകർത്ത KSRTCയെ LDF ആണ് ലാഭത്തിലെത്തിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ആ മേഖലയെ തകർത്ത് കളയുന്ന ഒരു പ്രഖ്യാപനമാണ് പ്രകടന പത്രികയിലൂടെ UDF നടത്തിയതെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ UDF പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCയിൽ യാത്ര എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ മുതൽ തന്നെ KSRTCയിൽ വനിതകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. ഇനി അങ്ങനെ സൗജന്യമായി യാത്ര അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങളെ ഈ സർക്കാർ പറ്റിച്ചു എന്ന് ജനം പറഞ്ഞു തുടങ്ങും. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ വരെ പോകാം. കാരണം ഒരു ജനതയെ മുഴുവൻ UDF സർക്കാർ പറ്റിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ഏത് KSRTC ബസ്സിൽ പോലും എത്ര വേണമെങ്കിലും ദീർഘദൂര യാത്ര വേണമെങ്കിലും നടത്താം. പൈസ ചോദിക്കരുത്. പൈസ ചോദിച്ചാൽ സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രകടന പത്രിക കാണിച്ചു കൊടുക്കുക ജീവനക്കാർക്ക് എന്നുള്ളതാണ്. ഇനി എന്നിട്ടും അവർ അടങ്ങുന്നില്ലെങ്കിൽ, നിങ്ങളോട് മോശമായി പെരുമാറുന്നു, നിങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് VD സതീശനെയോ ഈ സർക്കാരിനെയോ ബന്ധപ്പെടാം. കാരണം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പാണല്ലോ. അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇത് KSRTCയെ തകർത്ത് കളയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ LDF സർക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യം ഈ മേഖലയെ തകർത്ത് കളയുന്ന ഒന്നാണെന്ന്. എന്നിട്ടും UDF സർക്കാർ ഇല്ല, വനിതകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ KSRTCയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം KSRTC മേഖലയിൽ നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് കുടുംബങ്ങളുള്ളത് കൊണ്ട് തീർച്ചയായും അവരെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാകണം വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കേണ്ടത്. തീർച്ചയായും എല്ലാ വനിതകൾക്കും സൗജന്യമായി യാത്ര ചെയ്യണം. ഒപ്പം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ പോക്കറ്റ് മണിയായിട്ട് നൽകുമെന്നാണ് പറഞ്ഞത്. ഓരോ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്നാണ് പറഞ്ഞത്. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. വിശപ്പുരഹിത കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനത്തിലുടനീളം കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭിക്കുന്ന ഇന്ദിരാ ക്യാൻറ്റീനുകൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമാക്കുമെന്നാണ് പറഞ്ഞത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഹോസ്പിറ്റലുകൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് ബെഡ് അവരുടെ അവകാശമാകുമെന്നാണ് UDF പറഞ്ഞത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇനി വാഹനങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല എന്നാണ് നമ്മുടെ VD സതീശനും സംഘവും പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ഹെൽമെറ്റ് വെക്കാതൊക്കെ യാത്ര ചെയ്യാൻ കഴിയുമായിരിക്കും അല്ലേ? എന്തായാലും ഇനി റോഡിൽ നിൽക്കുന്ന പോലീസുകാർ മോഡിഫൈ ചെയ്തു വാഹനം എന്നൊന്നും പറഞ്ഞ് പിഴ ചുമത്തരുത്. കാരണം അങ്ങനെ പിഴ ചുമത്തിയാൽ നിങ്ങൾക്ക് പറയാം ഈ സർക്കാരിന്റെ ഇന്ന നേതാക്കൾ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന്. AI ക്യാമറകളൊന്നും ഓർത്ത് ഞാനും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് ആശമാരുടെ സമരം വെച്ചായിരുന്നല്ലോ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ സർക്കാരിനെ ആക്രമിച്ചിരുന്നത്. അതായത് അവരുടെ വേതനം 21,000 രൂപയാക്കിയിട്ട് വർദ്ധിപ്പിക്കുമെന്ന് UDF പറഞ്ഞിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആ ഫയലിൽ ഒപ്പിടുമെന്നാണ് VD സതീശനും സംഘവും ഒക്കെ പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായും അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതെടുത്തില്ലെങ്കിൽ ആശമാർ നിങ്ങൾക്കെതിരെ കളത്തിലിറങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ നിരവധി കാര്യങ്ങളാണ്. നഴ്സുമാരുടെ വേതനം 45,000 രൂപയാക്കും. അങ്ങനെ ഒത്തിരി വാഗ്ദാനങ്ങളാണ് UDF സർക്കാർ നൽകിയിട്ടുള്ളത്. ഇതൊക്കെ നടപ്പിലാക്കാൻ UDFന് കഴിയണം. ഇതൊന്നും നടപ്പിലാക്കാൻ UDFന് കഴിഞ്ഞില്ലെങ്കിൽ ആദ്യ മാസത്തിൽ തന്നെ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്ന UDF സർക്കാർ തകർന്നടിയും. ജനങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങും. ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ VD സതീശനും KC വേണുഗോപാലിനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും ഒന്നും നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവർ ഭരിച്ചപ്പോഴൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ തവണയെങ്കിലും അവർക്ക് അതിന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. LDF കഴിഞ്ഞ് 10 വർഷം പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ പ്രാവർത്തികമാക്കി നമ്മൾ കണ്ടു. എന്നിട്ടും LDF വേണ്ട എന്ന് ജനങ്ങൾ എന്തുകൊണ്ടോ തീരുമാനമെടുത്തു. പിണറായി വിരോധമോ മറ്റോ എന്തോ ആകട്ടെ, അങ്ങനെ ചില തീരുമാനമെടുത്തു. എന്തായാലും ആരാണ് ശരി ആരാണ് തെറ്റെന്നൊക്കെ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഈ 5 വർഷം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. LDF സർക്കാരിന് മുകളിൽ ഒരു ഭരണം കാഴ്ചവെക്കാൻ UDF സർക്കാരിന് കഴിയുമോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ ശബ്ദമായി കേരള ന്യൂസ് 60 ഇവിടെ തന്നെ ഉണ്ടാകും. ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കേരള ന്യൂസ് 60യും ഞാനും ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.